2019 ശബരിമലയായിരുന്നു പ്രചണ്ഡമായ പ്രചരണ വിഷയം. രാഹുൽ ഗാന്ധി കൂടി വന്നതോടെ 19 സീറ്റും UDF നേടിയെടുത്തു. ഇത്തവണ പക്ഷേ രാഷ്ട്രീയ വിഷയങ്ങളാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സജീവമാക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ ഇടതുമുന്നണിയുടെ മേൽക്കൈ. പത്മജയെ രായ്ക്കരാമാനം പാർട്ടിയിലെത്തിച്ച് കോൺഗ്രസിനെ വിറപ്പിച്ച് BJPയുടെ ചടുല നീക്കം. തൃശൂർ ഇങ്ങെടുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സുരേഷ് ഗോപിക്ക് പത്മജയുടെ സഹോദരൻ K മുരളീധരനെ കൊണ്ട് തന്നെ ചെക്ക് വയ്പ്പിച്ച് കോൺഗ്രസിന്റെ ഉശിരൻ തിരിച്ചടി. വടകര പിടിക്കാൻ ടീച്ചറമ്മ. പാലക്കാട് നിന്ന് ഷാഫി പറമ്പലിന്റെ മാസ് കടത്തനാടൻ എൻട്രി. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ കേരളത്തിന്റെ അങ്കത്തട്ടിൽ ഇതൊക്കെയായിരുന്നു ആദ്യ കാഴ്ചകൾ. ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ പൂരവും വെടിക്കെട്ടുകളും. ഏതായാലും മുന്നണികളെല്ലാം കച്ചകെട്ടിക്കഴിഞ്ഞു. കനലൊരു തരി ആളിപ്പടർന്ന് സീറ്റെല്ലാം പിടിക്കുമെന്ന് ഇടതുമുന്നണി. 20-ൽ 20 എന്ന് UDF. അക്കൗണ്ട് ഇത്തവണ 2 അക്കത്തിലെന്ന് BJP. സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതാണ് UDFന്റെ ഉറച്ച പ്രതീക്ഷ. രാഹുലിന്റെ 2ാം വരവാണ് മറ്റൊരു ഊർജ്ജം. മോദി സർക്കാരിന്റെ തേരോട്ടത്തെ തടഞ്ഞിടാൻ കോൺഗ്രസ് പോരാ എന്നതാണ് LDFന്റെ പ്രചരണം. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന ടാഗ് ലൈനും CAA അടക്കം ഉന്നയിച്ച് ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുകയാണ് തന്ത്രം. കഴിഞ്ഞ തവണ ശബരിമല തുണച്ചില്ല. നരേന്ദ്രമോദിയുടെ ഗ്ലാമർ മാത്രമാണ് BJPക്ക് ഇത്തവണ ശരണം. ദേശീയപാത വികസനം തൊട്ട് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട് NDA. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ ഈ 3 സീറ്റുകളിലാണ് കണ്ണ്. ക്രൈസ്തവ വോട്ടുകൾ ഒഴുകുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും ഇത്തവണ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രവചനാതീത മത്സരം ഉറപ്പ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.